Hello friends, I am Tulasi. Welcome to Fourth Dimension. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഷണൽ EFനെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മുടെ ഡിസ്കഷൻ സെൽഫ് ഇൻഡക്ഷൻ. ആൻഡ് ഫോർ സ്റ്റഡിങ് സെൽഫ് ഇൻഡക്ഷൻ, സപ്പോസ് യു ആർ ടേക്കിംഗ് എ കോയിൽ. ഇങ്ങനെ ഒരു കോയിലിനെ നമ്മൾ അസ്യൂം ചെയ്തു. ആൻഡ് അഗെയിൻ എ കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ദ കോയിൽ. അപ്പോൾ I എന്ന് പറയുന്നത് അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണെന്ന് വിചാരിക്കും. ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ? ഇൻസൈഡ് ദ സോളിനോയിഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇങ്ങനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും അല്ലേ? അതായത് ഒരു ഫ്ലക്സ് അതിൻ്റെ ടേൺസിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യും. ഈ കറണ്ട് നമ്മളൊന്ന് ചേഞ്ച് ചെയ്താലോ ഈ ഫ്ലക്സിൽ ചേഞ്ച് വരും. ഫ്ലക്സിൽ ചേഞ്ച് വന്നാലത്തെ അവസ്ഥ എന്താ? അതിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ കോയിൽ EMF ഇൻഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? അതായത് ആ കോയിലിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൽ വരുന്ന ചേഞ്ച് കൊണ്ടല്ലേ? അപ്പോൾ ഇങ്ങനെ, അതായത് ദർ ഇസ് എ പ്രൊഡക്ഷൻ ഓഫ് ആൻ ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്. And that phenomenon is called self-induction. അപ്പോൾ self-induction എന്താണെന്ന് മനസ്സിലായല്ലോ? It is the phenomenon of production of EMF in a coil due to the changing current passing through the coil. ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ കൊടുക്കുന്നത്. സെൽഫ് ഇൻഡക്ഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ സർക്യൂട്ട് എടുക്കാം അല്ലേ? ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ കാണുക? ഒരു കോയിലുണ്ട്, then it is connected to a battery and a key through, they are connected in series. അങ്ങനെ സീരീസ് കണക്ട് ചെയ്ത ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ കീ ക്ലോസ് ചെയ്യുന്ന സമയത്തിനകത്തോടൊരു കറണ്ട് പാസ് ചെയ്യും. At the time of closing the key, this current increases from 0 to a maximum value. എപ്പോഴും സർക്യൂട്ട് ക്ലോസ് ചെയ്യുമ്പോൾ അങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്ന കറണ്ട് 0 അല്ലേ? അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ കറണ്ട് ഗ്രോ ചെയ്ത് ഒരു മാക്സിമം വാല്യൂയിലേക്ക് ഇൻക്രീസ് ചെയ്ത് വരും. അതുകൊണ്ട് ആ സമയം ഗ്രോത്ത് ഓഫ് കറണ്ട് ഉണ്ടാവും അല്ലേ? അപ്പം I എന്ന് പറയുന്ന ഈ കീ ക്ലോസ് ചെയ്യുന്ന ഒരു മൊമെന്റിൽ എന്ത് സംഭവിച്ചു? കറണ്ട് ഗ്രോത്ത് അല്ലേ, ഇൻക്രീസ് ചെയ്യല്ലേ? ആ സമയത്ത് കോയിലിനകത്തോടെ പാസ് ചെയ്യുന്ന ഫ്ലക്സും ചേഞ്ച് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഈ കീ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു ഫ്രം മാക്സിമം ടു 0. ദെൻ ദ ഫ്ലക്സ് ഓഫ് ദ കോയിൽ ഡിക്രീസസ്. അറ്റ് ദ ടൈം ഓൾസോ an EMF ഈസ് ഇൻഡ്യൂസ്ഡ്. ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ഗ്രോത്ത് ഓഫ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും അക്കോർഡിംഗ് ടു ലെൻസസിലും. അതേപോലെ നമ്മൾ കീ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഡീകേ ചെയ്യത്തില്ലേ? ആ ഡീകേ ചെയ്യുന്ന സമയത്ത് ഇൻഡ്യൂസിന് എപ്പോഴും ഡീകേ ഒപ്പോസ് ചെയ്യും. ഇൻഡ്യൂസിന് ഉണ്ടാക്കുന്ന കറണ്ട് ഡീകേ ഒപ്പോസ് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ ഈ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന സെൽഫ് ഇൻഡക്ഷൻ പോലെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF അതായത് ഒപ്പോസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. കറണ്ടിൻ്റെ ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, കറണ്ട് ഡീകേ ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ട് ദാറ്റ് EMF ഈസ് കോൾഡ് ബാക്ക് EMF. നെക്സ്റ്റ് ഈസ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓർ കോയിഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. അതാണ് നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത്. ആൻഡ് ഫോർ സ്റ്റഡിങ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് വി ആർ ടേക്കിംഗ് എ കോയിൽ through which the current I is passing. ഈ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്തിനകത്തോടെ കുറേ ഫ്ലക്സ് ഉണ്ടാകും. ആ ഫ്ലക്സ് നമ്മൾ 5B എന്ന് എടുക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ആ ഏരിയ കൂടെ പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ആയിരിക്കും ഫ്ലക്സ് എന്ന് പറയുന്നത്. നമുക്ക് അത്ര എടുക്കാം, ദറ്റ് ഈസ് 5B. ഈ കറണ്ട് നിങ്ങളൊന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പം ഈ 5B ഇൻക്രീസ് ചെയ്യും, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. കറണ്ട് കുറച്ചാലോ ഈ കോലിനകത്തോടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് ആയ 5B എന്തായിരിക്കും? അപ്പോൾ കുറയുന്നു. അപ്പോൾ ഇവർ നമ്മുടെ റിലേഷൻ എങ്ങനെ ആയിരിക്കും? ദറ്റ് ഈസ് 5B പ്രപ്പോർഷണൽ ടു I. കറക്റ്റ് അല്ലേ? ഓർ 5B ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് L ഇൻറ്റു I. ആൻഡ് ദിസ് കോൺസ്റ്റന്റ് L ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ എല്ലിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ, സെൽഫ് ഇൻഡക്റ്റൻസ് I ഡിപെൻഡ് ചെയ്യുന്നതുകൊണ്ട് when the current to the coil changes, the flux also changes. So an induced EMF is produced in the coil due to the change of current. And for finding out the induced EMF in the circuit, E is equal to, we are taking the equation E is equal to minus d phi divided by dt. This is expression for general expression for finding out the induced EMF, in which you can give the value of phi as L into I. അത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടുന്നത് ഈക്വൽ ടു മൈനസ് d by dt ഓഫ് L into I. ഈ ഡിഫറൻസിയേഷനകത്ത് L കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ദറ്റ് ഈസ് E is equal to മൈനസ് L di divided by dt. അല്ലേ? ഹിയർ d by dt ratio, that is change in current divided by time, that is called rate of change of current. അപ്പോൾ di divided by dt വിളിക്കുന്ന പേരെന്താ? It is called rate of change of current. ചേഞ്ച് ഇൻ കറണ്ടിൻ്റെയും ടൈമിൻ്റെ റേഷ്യോ അല്ലേ? സോ ഇറ്റ് ഈസ് കോൾഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടിൻ്റെ വാല്യൂ നമ്മൾ
അതായത് ഡി ഐ ഡിവൈഡ് ബൈ ഡി ടിയുടെ വാല്യൂ സപ്പോസ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് യൂണിറ്റി, അതായത് അതിൻ്റെ യൂണിറ്റോട് പറഞ്ഞാൽ ആംബിയർ പെർ സെക്കൻഡ് എടുക്കുക, 1 ആംബിയർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ വാല്യൂ ഇങ്ങനെ അസ്യൂം ചെയ്താൽ വാട്ട് അബൌട്ട് ഇ ദെൻ, ഇ ഈസ് ഈക്വൽ ടു, ഇങ്ങനെ അസംഷൻ എടുത്തു കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് എൽ. ആൻഡ് ഓൺ ദ ബേസ് ഓഫ് ദിസ് കണ്ടീഷൻ we can define self-inductance of a coil. Self-inductance of a coil can be defined as equal to the EMF induced in the coil when the rate of change of current through the coil is 1 ampere per second. That is a definition given for L. ഇനി അടുത്ത Lന്റെ യൂണിറ്റ് എന്താണ്? And for taking the unit of L, we are taking this equation in which L is equal to E divided by ഡി ഐ ഡിവൈഡ് ബൈ ഡി ടി. ഈ ഡി ടി നമ്മൾ മുകളിലേക്ക് മാറ്റിയാൽ ഇ ഇൻറ്റു ഡി ടി ഡിവൈഡ് ബൈ ഡി ഐ എന്ന് കിട്ടും അല്ലേ. ഇയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇ എം എഫ് അല്ലേ, അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന വോൾട്ട്, ടൈമിന് നമ്മൾ സെക്കൻഡ് ഉപയോഗിക്കും, കറണ്ടിൻ്റെയോ ആംബിയർ. ആംബിയർ ഡിനോമിനേറ്ററിലാണ് വരുന്നത്, ന്യൂമറേറ്റർ മാറ്റുമ്പോൾ (-1). ശരിയല്ലേ? അതിനെ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് യൂണിറ്റ് എടുക്കുന്ന വോൾട്ട് സെക്കൻഡ് പെർ ആംബിയർ, അതിനെയാണ് നമ്മൾ സാധാരണ ഹെൻറി എന്ന് പറയുന്നത്. ഹെൻറി, HENRY, ഹെൻറി. അതിൻ്റെ എച്ച് എന്ന് എടുക്കാം, എച്ച് കണ്ടില്ലേ, ഇതാണ് ഹെൻറി. സോ സെൽഫ് ഇൻഡക്റ്റൻസ് യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹെൻറി. മറ്റേ നമ്മൾ ആക്ച്വൽ ആയിട്ടുള്ള യൂണിറ്റ് ആണ്, പക്ഷേ അതിനെ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എപ്പോഴും നമ്മൾ പറയാറുള്ള സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഹെൻറി എന്നാണ്. ഫോർ ടേക്ക് ദ ഡയമെൻഷൻ ഓഫ് എൽ, we are taking the equation that is 5b is equal to L into I, and from that L is equal to 5b divided by I, but 5b can be taken, flux is taken as a product of flux density and area divided by current. Then according to Lorentz equation, കഴിഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതാണ്, the force F is equal to QVB sin theta. ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്, മൂവിങ് ചാർജസ് ആൻഡ് മൈനസ് പഠിച്ചേക്കുന്നതാണിത്. ഇതിനകത്ത് നമുക്ക് ബി എത്ര കിട്ടും? ബി is equal to F divided by Q into V into sin theta, and we can give the value of B in this equation. So L becomes equal to F divided by Q into V into sin theta into A divided by I. And again we can write F into A divided by Q means it is a product of current. Current ആകുമ്പോൾ അതിനകത്ത് I into T, current into time, that is charge, into V into sin theta divided by I equal to F A divided by I squared T V sin theta. And what is the dimension of force? ml t raised to -2 area L squared divided by കറണ്ടിൻ്റെ ഡയമെൻഷൻ കൊടുക്കുന്ന എ അല്ലേ, അപ്പോൾ എ ഇൻറ്റു അതിനൊരു പവർ 2 വരും, ടൈമിന് നമ്മൾ ക്യാപിറ്റൽ ടി കൊടുക്കുക, വെലോസിറ്റിക്ക് LT⁻⁻1. ഇനി ഡയമെൻഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ എന്താ കിട്ടുന്നത്? ദറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് എൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ എം ഉണ്ടല്ലേ, എം, ഈ എല്ലും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ എൽ സ്ക്വയർഡ്, ദെൻ T⁻⁻1 ക്യാൻസൽ ആവും, പിന്നെ കിട്ടുന്ന T⁻², എ ന്യൂമറേറ്ററിൽ പോകുന്ന സമയത്ത് A⁻², ആൻഡ് ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് എൽ. എം എൽ സ്ക്വയർഡ് T⁻², A⁻², sorry, A⁻². Next is self-inductance of a long solenoid. ഇപ്പോൾ ഒരു വലിയ ലെങ്ത് ഉള്ള സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് മീൻസ് എ സോളിനോയിഡ് ഓഫ് ഇൻഫൈനൈറ്റ് ലെങ്ത്. ആൻഡ് ഫോർ ദാറ്റ് വി ക്യാൻ സീ ദർ ഇസ് എ ലോങ് സോളിനോയിഡ് ഹാവിംഗ് ലെങ്ത് L ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് N ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ A. അപ്പോൾ നമുക്കിവിടെ ആദ്യം നമ്മൾ ഇതിനകത്തൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഡേറ്റ, അതായത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ സോളിനോയിഡ്, ദാറ്റ് ഈസ് സ്മോൾ n, അതിൻ്റെ ഉപയോഗിക്കുന്ന ലെറ്റർ സ്മോൾ n ആയിരിക്കും. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ ലെങ്ത്. ഈ ഫോമിൽ നമ്മൾ ആദ്യം എടുക്കുക, ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. N by L gives
the value of the number of turns per unit length of the solenoid. Then നമ്മൾ ചെയ്യുന്ന ഒരു കറണ്ട് പാസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻസൈഡ് ദ സോളിനോയിഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇതിൻ്റെ സ്ട്രെങ്ത്, യു ആർ ഫൈൻഡിങ് ഔട്ട് ദ സ്ട്രെങ്ത് ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ്. ആക്സിസിൽ നമ്മൾ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ്. അത് ബി എന്ന് എടുക്കുന്നത്, ക്യാപിറ്റൽ ബി. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ബി അല്ലേ, ബി സിക്കൽ. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സോളിനോയിഡിനുള്ളിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ലോങ് സോളിനോയിഡൊക്കെ എടുത്ത് അതിൻ്റെ സ്ട്രെങ്ത് പഠിച്ചാൽ നമ്മളല്ലേ. അതിൻ്റെ ഫോർമുല ഞാനൊന്ന് എഴുതുന്നത് ശ്രദ്ധിച്ച് നോക്കി. ബി സിക്കൽ മീ സീറോ സ്മോൾ എൻ ഐ. അപ്പം നമുക്കിപ്പം ഈ സോളിനോയിഡിനകത്ത് ഉണ്ടാകുന്ന ഒരു പോയിന്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അറിയാം അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത്, ദെൻ യു ആർ ഗോയിങ് ടു മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് ദ സോളിനോയിഡ്. Magnetic flux linked with the solenoid. Magnetic flux linked with the solenoid. Solenoid, that is phi b is equal to, ഇത് കണ്ടുപിടിക്കണതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് വേണം. ദെൻ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. സാധാരണ നമ്മൾ ബി എ എന്ന് എടുക്കാറുള്ളത്, പക്ഷെ അവിടെ നമ്പർ ഓഫ് ടേൺസ് വന്നാൽ എന്നൂടെ കൺസിഡർ ചെയ്യണം. സോ ഫൈവ് ബി ഈസ് ഇക്വൽ ടു എൻ ബി എ. കറക്റ്റ് ആണല്ലോ. എന്നാൽ ചില വാല്യൂസ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫൈവ് ബി ഈസ് ഇക്വൽ ടു എന്നിൻ്റെ പ്ലേസിൽ ഏത് വാല്യൂ കൊടുക്കും? ഇവിടെ നോക്കി ഇക്വേഷൻ നമ്പർ 1 ഇല്ലേ, അതിനകത്ത് എന്നിൻ്റെ പ്ലേസിൽ കൊടുക്കുന്ന വാല്യൂ ക്രോസ് ഡിപ്ലൈ നോക്കിയപ്പോൾ എന്താ സ്മോൾ എൻ ഇൻറ്റു എൽ എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് സ്മോൾ എൻ ഇൻറ്റു എൽ ഇൻറ്റു ബിയുടെ വാല്യൂ നേരത്തെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ വാല്യൂ എത്രയാണ്? മീ സീറോ എൻ ഐ അല്ലേ, അതവിടെ കൊടുക്കുക. അപ്പം മീ സീറോ എൻ ഐ ഇൻറ്റു ഏരിയ. ഇതിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഫൈവ് ബി ബിക്കംസ് ഈക്വൽ ടു ഫൈവ് ബി ഈസ് ഈക്വൽ ടു മീ സീറോ എൻ സ്ക്വയർഡ് എ ഐ ഇൻറ്റു എൽ. സോ സെൽഫ് ഇൻഡക്റ്റൻസ് of the solenoid L, that is equal to flux divided by current. നമ്മുടെ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ഫോർമുലയ്ക്കകത്ത് ഫൈവ് ബി ഇസിക്കൽ എൽ ഇൻറ്റു ഐ എന്ന് പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷൻ എടുക്കുന്നതാണ് എൽ ഇസിക്കൽ ടു ഫൈവ് ബി ഡിവൈഡ് ബൈ ഐ. ഇതിനകത്ത് വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്, ദാറ്റ് ഈസ് ഫൈവ് ബിയുടെ പ്ലേസിൽ കൊടുക്കുന്ന മീ സീറോ n squared a I L divided by I. So the value of self-inductance L is equal to mu 0 n squared a I ഇവിടെ കട്ടാകും, പിന്നെ അവസാനം കിട്ടുന്ന L. This is the first expression for the estimation of self-inductance of a solenoid. ഇത് നമുക്ക് ആദ്യം കിട്ടി. നമ്മൾ നേരത്തെ പഠിച്ച ഡേറ്റ അനുസരിച്ച്, ബട്ട് നമ്മളത് നേരത്തെ സ്പെസിഫൈ ചെയ്തിരുന്നു, സ്മോൾ എൻ ഈസിക്കൽ ക്യാപിറ്റൽ എൻ ഡിവൈഡ് ബൈ എൽ. ഇതിനകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ എൽ ഈസിക്കൽ ടു മീ സീറോ ഇതിൻ്റെ പ്ലേസ് സ്മോൾ എൻ നമുക്ക് എൻ ബൈ എൽ കൊടുക്കുകയാണെങ്കിൽ സ്ക്വയറിലല്ലേ കിടക്കുക. അപ്പം എൻ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ സ്ക്വയർഡ് ഇൻറ്റു എ ഇൻറ്റു എൽ. ഇവിടെ നമുക്കൊരു എൽ കട്ടായി പോവും. അവസാനം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നോക്കി, എൽ ഈസിക്കൽ ടു മീ സീറോ ക്യാപിറ്റൽ എൻ സ്ക്വയർഡ് A divided by L. This is a second expression used for finding out the self-inductance of the solenoid. ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ സോളിനോയിഡിൻ്റെ ഉള്ളിലായിട്ട് എന്തായിരിക്കും, വി ആർ പ്ലേസിങ് എ കോർ. ഇതിനകത്തൊരു കോർ വെച്ചു എന്ന് വിചാരിക്കും. കോർ വെച്ചാൽ അതിനെ നമ്മുടെ റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ എന്ന് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല എന്താകും? എൽ ഈസിക്കൽ ടു മ്യൂ ആർ മീ സീറോ എൻ സ്ക്വയർഡ് എ ഡിവൈഡ് ബൈ എൽ എന്ന് കിട്ടും. ഇത് കോർ ഉപയോഗിക്കുകയാണ്. സോഫ്റ്റ് എയറിനെ പോലെ ഏതെങ്കിലും കോർ ഇതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഫോർമുല ഇത്. കോർ ഇല്ലാതെ അതിനകത്ത് എയറാണ് നമ്മുടെ കോറായിട്ട് വരുന്നതെങ്കിൽ ആ സമയത്തുള്ള ഫോർമുലയാണ് നമ്മുടെ ഇതോ എടുക്കാം, ഇക്വേഷൻ നമ്പർ 1 ഓർ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ അവിടെ ഒരു പ്രശ്നം, സെൽഫ് ഇൻഡക്റ്റൻസ് ഏത് ടേംസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദ കോർ ഇൻസൈഡ് ദ സോളിനോയിഡ് മ്യൂ ആർ.
It depends on the total number of turns, then area of cross section and ലെങ്ത് ഓഫ് ദ സോളിനോയിഡ്. കണ്ടല്ലേ, ഇപ്പോൾ ഇത്രയും ഫാക്ടേഴ്സിനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പം സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് ഇൻഡക്ഷൻ പഠിച്ചു, സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് പഠിച്ചു, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.